ഹേയ് സോനിന്, നിങ്ങൾ മടിയുള്ള ആളുകളാണോ? നമുക്ക് ചെറിയൊരു സ്റ്റോറി നോക്കാം. പണ്ട് ഒരു ഗുരുകുലത്തിൽ ഒരു ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ജീവിച്ചിരുന്നു. അതിലൊരു ശിഷ്യൻ ഭയങ്കര മടിയനായിരുന്നു. അവൻ എന്ത് കാര്യം ഏൽപ്പിച്ചാലും അവൻ നാളേക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. പക്ഷെ ഇത് നമ്മുടെ ഗുരുവിൽ ഭയങ്കര സങ്കടം ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗുരു ഒരു ദിവസം അവൻ്റെ കയ്യിൽ ഒരു കല്ല് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതൊരു മാന്ത്രിക കല്ലാണ്. നീ ഇത് ഒരു ഇരുമ്പ് കമ്പിയിൽ എഴുതിയാൽ അത് സ്വർണമായി മാറുന്നു. അത് കേട്ടപ്പോൾ അവൻ നല്ല രീതിയിൽ സന്തോഷിച്ചു. എന്നിട്ട് ഗുരു അവനോട് പറഞ്ഞു, ഞാനൊരു യാത്ര പോവുകയാണ്. നാളെ വൈകിട്ട് ഞാൻ തിരിച്ചു വരികയുള്ളൂ. അതുവരെ ഈ കല്ല് നീ സൂക്ഷിക്കണമെന്ന്. ഇത് പറഞ്ഞ് തിരിഞ്ഞു നടന്ന ഗുരു വീണ്ടും അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഞാൻ നാളെ വൈകിട്ടേ തിരിച്ചു വരികയുള്ളൂ. അതുവരെ ഈ കല്ല് നിനക്കുള്ളതാണ്. ശേഷം ഗുരു അവിടെ നിന്ന് പോയി. അവൻ അപ്പോൾ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് നല്ല കോടീശ്വരനാവാം. അതിന് ഇരുമ്പു കമ്പികൾ ആവശ്യമാണ്. അത് എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചു നിൽക്കുന്ന സമയത്ത് അവൻ വിചാരിച്ചു, ചന്തയിൽ പോയിട്ട് വാങ്ങാം. പക്ഷെ അപ്പോൾ സമയം വൈകുന്നേരമായിരുന്നു. അപ്പോൾ അവൻ ചിന്തിച്ചു, ഇപ്പം ഏതായാലും വൈകുന്നേരം ആയില്ലേ, നാളെ വൈകിട്ട് വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നല്ല രീതിയിൽ കിടന്നുറങ്ങി നാളെ രാവിലെ പോവാമെന്ന് കരുതി ഭക്ഷണം കഴിച്ചവൻ സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് അവൻ വിചാരിച്ചു, ഇന്ന് വൈകിട്ട് വരെ സമയമുണ്ടല്ലോ, അപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷം പോവാൻ. അങ്ങനെ ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവന് നല്ല രീതിയിൽ ഉറക്കം വരാൻ തുടങ്ങി. അപ്പം അവൻ വിചാരിച്ചു, വൈകിട്ട് വരെ സമയമുണ്ടല്ലോ, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ പോവാം. അങ്ങനെ അവൻ ഉറങ്ങി. എന്നാൽ അവൻ്റെ ഉറക്കം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റപ്പോഴേക്കും സമയം വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അവൻ ചന്തയിലേക്ക് പോകാൻ നോക്കുമ്പോഴേക്കും ഗുരു തിരിച്ചു വരുന്നു. ഗുരു നേരെ വന്ന് അവൻ്റെ കയ്യിൽ നിന്നും ആ കല്ല് വാങ്ങി. ശേഷം പറഞ്ഞു, ഞാൻ നിനക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി നിനക്ക് ഞാൻ ഈ കല്ല് തരില്ല. എന്നാൽ ആ ശിഷ്യൻ ഒരുപാട് ചോദിച്ചു, എനിക്കൊരു അവസരം കൂടി തരണം, എനിക്ക് കുറച്ചുകൂടി സമയം നീട്ടിത്തരണം. പക്ഷെ ഇതൊന്നും നമ്മുടെ ഗുരു മുഖവിലക്കെടുത്തില്ല. ഗുരു പറഞ്ഞു, സമയത്തിന് വില കൽപ്പിക്കാത്ത ഒരാൾക്കും ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കുകയില്ല. നീ ഈ കല്ലിനെ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല. അതിനാൽ ഈ കല്ല് ഇനി ഞാൻ നിനക്ക് തരില്ല. അതാണ് നിനക്കുള്ള ശിക്ഷ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഈ ശിഷ്യൻ നാണം കെടുകയാണ്. പണക്കാരനാവാനുള്ള ഒരു സുവർണ അവസരമാണ് അവൻ്റെ ഈ വെറും മടി കാരണം അവൻ നഷ്ടപ്പെടുത്തിയത്. എന്നാൽ ഇത് അവൻ്റെ ജീവിതത്തിൽ ഒരു പാഠമാവുകയും പിന്നീട് ഒരിക്കലും അവൻ മടി കാണിക്കുകയോ സമയം പാഴാക്കുകയോ ചെയ്തിട്ടില്ല. ഒന്നാലോചിക്കുന്ന സമയത്തെ നമ്മളും ഈ ശിഷ്യനെ പോലെയാണ്. പലപ്പോഴും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നാളെ എന്നൊരു ദിവസമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ ചെയ്യാനുള്ളതാണ്, ഒന്നും നാളേക്ക് മാറ്റി വെക്കാനുള്ളതല്ല. കാരണം സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. സോ ഹാവ് എ ഗുഡ് ഡേ.